അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. പല്ലി, ഈച്ച, പാറ്റ മുതലായവയൊക്കെ കൊണ്ട് നമ്മൾ ഭയങ്കര ശല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇവയൊക്കെ തുരത്താനുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി വേണ്ട കേട്ടോ. അപ്പോൾ 2 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഇത്രയും വേണ്ട. അപ്പോൾ പിന്നെ വേണ്ടത് നമ്മുടെ ഇടികല്ലാണ്. ഇടികല്ലോ അരകല്ലോ അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് ചതച്ചെടുത്താലൊക്കെ മതി. അപ്പോൾ 2-3-4 എണ്ണം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തൊണ്ടൊന്നും കളയണ്ട കേട്ടോ. തൊണ്ടൊന്നും കളയാതെ തന്നെ നമുക്ക് 5-6 പീസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ചതച്ചെടുക്കണം. ചതയ്ക്കുമ്പോൾ നന്നായിട്ട് ചതയണം കേട്ടോ. നിങ്ങളൊരു കാരണവശാലും നമ്മൾ ഇപ്പോൾ ഇനി പേസ്റ്റായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അതൊരിക്കലും എടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും എടുക്കേണ്ട. നമ്മൾ ഫ്രഷായിട്ട് തന്നെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ. ചിലർ ഗാർലിക് പേസ്റ്റൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാർലിക് പേസ്റ്റൊന്നും ആരും എടുക്കണ്ട. അപ്പോൾ ഈ ചതച്ചത് ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. നിങ്ങൾ പിന്നെ എപ്പോഴും ടിപ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഴയ പാത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നല്ല പോലെ തിളച്ച വെള്ളം വേണം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയ ഈ മിശ്രിതത്തിലേക്ക് ഇനി ഓരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. വിനെഗറാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പല്ലിയും പാറ്റയും ഈച്ചയൊക്കെ തുരത്താനുള്ള ടിപ്പാണേ. 1 സ്പൂണ് വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ആ വെളുത്തുള്ളിയുടെ സ്മെല്ലും വിനെഗറിൻ്റെ സ്മെല്ലൊക്കെ കൂടി നല്ലൊരു മിക്സിങ്, ഒരു സ്മെല്ല് നമുക്ക് നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് കല്ലുപ്പായാലും പൊടിയുപ്പായാലും കുഴപ്പമില്ല. 1 സ്പൂൺ നിറച്ചൊരു ഉപ്പ്, കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കി എടുക്കണം. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു അരിപ്പ വെച്ചിട്ട്, ഒരു പഴയ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഒരു സാധാ ഒരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറിലോട്ടോ ഒഴിച്ചിട്ട് വീടിൻ്റെ പരിസരത്ത് അകത്തും പുറത്തും ഒക്കെയാണ് നമുക്ക് ഒന്ന് തളിച്ചു കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ്ലായിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലി, പാറ്റ, ഈച്ചയൊക്കെ പോകും. പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പല്ലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടിപ്പിലേക്ക് നമുക്ക് പോയാലോ. സെക്കൻഡ് ടിപ്പിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് തേയിലയാണ് കേട്ടോ. 1 സ്പൂൺ കംപ്ലീറ്റ് വേണമെന്നില്ല, അല്ലെങ്കിൽ 1 സ്പൂൺ തേയില എടുത്താലും കുഴപ്പമില്ല. അപ്പം നല്ല തേയില തന്നെ എടുക്കണം, വേറെ ഒരു പൊടി എടുക്കരുത് കേട്ടോ. അതുപോലെ തേയില ഉപയോഗിക്കാത്ത തേയിലയാണ്. നമ്മൾ ചിലത് ചായ ഇട്ടതിന് ശേഷമുള്ള തേയില മട്ടലുണ്ട്, അത് എടുക്കണ്ട. പിന്നെ എടുത്തിരിക്കുന്ന വിറ്റ്സാണ് കേട്ടോ. അപ്പോൾ വിറ്റ്സ് നമുക്ക് സ്പൂണിനകത്ത് കീറത്തില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു തീപ്പെട്ടി കമ്പ് കൊണ്ട് ചെയ്യാം. അപ്പോൾ തീപ്പെട്ടി കമ്പാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് നമുക്ക് നേരെ ഇതിലോട്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി, ഒത്തിരിയൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കൂടുതലായിട്ടൊന്നും വേണ്ട. പിന്നെ തിളച്ച വെള്ളം നമുക്ക് വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതോടെ തന്നെ ഇടാം നമുക്ക്, കാരണം നമ്മളിപ്പോൾ കയ്യിലൊന്നും ആക്കണ്ടല്ലോ. ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ മിക്കവാറും ചെയ്യാൻ നേരത്തെ തിളച്ച വെള്ളം എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഞാൻ നല്ലപോലെ തിളപ്പിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതാട്ടോ. അപ്പോൾ ഒരല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഇത് ഇന്നിങ്ങനെ മിക്സ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അത് ആ മൊത്തം അലുത്ത് ആ എണ്ണമെഴുക്ക് പോലെ വരും കേട്ടോ. അപ്പോൾ തേയിലയും ഈ വിറ്റ്സും കൂടി നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തീപ്പെട്ടി കമ്പ് മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, കിടന്നോട്ടെ. ഇനി നല്ല രീതിയിൽ ഇതിനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടത് മെൽറ്റ് ആവണവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി അങ്ങ് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് വെള്ളത്തിൽ ചൂട് കുറഞ്ഞതാണെങ്കിൽ ഒരല്പം ചൂടുള്ള അല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കംപ്ലീറ്റ്ലി നമ്മുടെ വീട്ടിലുള്ള ഇതുങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ 3ാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. 3ാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടുള്ളതോ തിളച്ചതായോ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഈ സാധനമാണ് കേട്ടോ വേണ്ടത്, പുകലയാണ്. പുകല ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് കുറച്ചായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെടികൾക്കൊക്കെ തളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് പിന്നെ കുറച്ച് പിഞ്ച് ടൈപ്പ് പുകലയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ കൈ കൊണ്ട് പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് പുകല ഇടുമ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ കളർ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മാത്രം മതി കേട്ടോ. നമ്മൾ കുറച്ച് കണ്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറുന്നുണ്ടോ. ഇതേപോലെ നല്ല രീതിയിൽ കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലാവുമ്പോൾ നന്നാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പഴയ പാത്രത്തിൽ പുകലയൊക്കെ തിളപ്പിക്കുമ്പോൾ എപ്പോഴും പഴയ പാത്രമാണ്. അപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് വേണമെങ്കിൽ പുകല ഇട്ടിട്ടൊന്ന് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചാലും മതി കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് വിനെഗറാണ്. 1 സ്പൂണോളം വിനെഗറും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സിനായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ വിനെഗറോ അങ്ങനെയൊക്കെ മാറ്റി മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം
കേട്ടോ. അടുത്തതായിട്ട് കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായപ്പൊടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കട്ടക്കായയല്ലേ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വെറുതെ ഒരു പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ എന്തായിട്ടുള്ളൂ. അല്ല നമ്മൾ വെറുതെ ഇടിച്ചെടുക്കരുത്, ഒന്ന് വറുത്തിട്ട് വേണം. എണ്ണയൊന്നും ചേർക്കേണ്ട, വെറുതെ ഇട്ടൊന്ന് പാത്രത്തിലിട്ട് ചൂടാക്കിയാൽ മതി, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഐറ്റം കൂടി നല്ല രീതിയിൽ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഇളക്കുമ്പോൾ നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു മിക്സിങ് എല്ലാം കൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചു മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇടികല്ലിലേക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവയാണ്. അപ്പോൾ ഇടികല്ലിന് തണുപ്പുള്ളത് കൊണ്ട് ഇച്ചിരി ഇടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. ഒരു ഹാർഡ് ടൈപ്പ് ഉലുവയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ആ പൊടി എടുത്താലും മതി. ഇല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഒത്തിരി പൊടിയണമെന്നൊന്നുമില്ല, ചതഞ്ഞ് കിട്ടിയാലും മതി. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി ചതച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉലുവ ഭയങ്കര സൂപ്പറാണ് കേട്ടോ, ഭയങ്കര എഫക്റ്റീവാണ്. പല്ലിയായാലും പാറ്റയായാലും ഈച്ചയൊക്കെ പമ്പ കിടക്കും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിടുക. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഒന്ന് ഇടിക്കുകയോ ഒന്ന് അരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പം ഉലുവയിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇടിച്ച വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി, ഒരു 3-4 കഷ്ണം. ഇപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ വേണം ഇങ്ങനെയുള്ള എന്തെങ്കിലത്തെ തുരത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ടിപ്സുകളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ദിവസം ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പോകും. ശരിക്കും ഇതിൻ്റെ സ്മെല്ലാണ് ഈ പല്ലിയിലായാലും പാറ്റയിലെ ഈച്ചേനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ചത്തു പോകുന്നൊന്നും നിങ്ങളോട് പറയുന്നില്ല കേട്ടോ, ചത്തൊന്നും പോകത്തില്ല. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് വരത്തില്ല. പുറത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ അകത്തോട്ട് കയറി വരില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഇതുങ്ങൾ പുറത്ത് പോകും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിക്സാണ് ശരിക്കും ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് വേറൊരു ബോട്ടിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ ആ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എല്ലായിടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. ഒരൊറ്റ പച്ചമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക. എന്നിട്ട് ഈ പച്ചമുളകും കൂടി നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടേണ്ട ആ അല്ലിയുടെ ഒരു സ്മെല്ല് വന്നാൽ മതി കേട്ടോ. അതിൻ്റെ അരിയുടെയൊക്കെ ഒരു സ്മെല്ല് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർത്ത് അരിച്ചെടുത്താൽ മാത്രം മതി. അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് കേട്ടോ, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുന്നവരാണ്, ഫേസ്ബുക്കിലേക്ക് ഒന്ന് വീഡിയോസൊക്കെ കണ്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.